കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതി ശരണ്യെ കണ്ടെത്തി. 4-ാം ദിവസത്തിലെ തിരച്ചിലാണ് ഫലം കണ്ടത്. താൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരണ്യ ആരോഗ്യവതിയാണെന്ന് പ്രശ്നങ്ങളുമില്ല എന്നുള്ളത് തന്നെയാണ് കഴിയുന്ന കാര്യം. എന്തായാലും സുരക്ഷിതയായി തിരിച്ചെത്തിയ ശരണ്യ വലിയ ആശ്വാസമാണ് ശരണ്യെ കാത്തിരുന്നവർക്കും ഒക്കെ ഉണ്ടായത്. കാരണം 4 ദിവസമായി കാണാനില്ലായിരുന്നു. വലിയ തെരച്ചിൽ നടന്നു. പല വിധത്തിൽ ആശങ്കകൾ ഉണ്ടായെങ്കിലും എല്ലാം അസ്ഥാനത്തായി സുരക്ഷിതയായി തന്നെ ആരോഗ്യവതിയായി തന്നെ ശരണ്യ തിരിച്ചെത്തി. ശരണ്യ നമ്മളോട് സംസാരിച്ച അതിലേക്ക് കൊടുക്കാം. ഓക്കെ, 3 ദിവസത്തെ വനവാസ ജീവിതത്തിന് ശേഷം വീണ്ടും ശരണ്യ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇപ്പോൾ മലയാളികളെല്ലാവരും ആ ഒരു ആശങ്കയൊക്കെ തന്നെ മാറ്റിവെച്ച് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തീരത്താണ് ഇപ്പോൾ ശരണ്യ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. മലയാളികൾ ഒറ്റ മൈൻഡിൽ ചോദിക്കുന്നത് എന്താണ് സർവൈവൽ ടാക്ടിക്സ്? വെള്ളം കുടിക്കുക, പിന്നെ മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്തടത്ത് കിടന്നുറങ്ങുക. എങ്ങനെയാണ് ശരിക്കും വഴി തെറ്റിപ്പോയത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ രണ്ടുപേരുടെ ഒന്നിച്ചായിരുന്നു ഇറങ്ങിയത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരെയും കാണാനില്ലായിരുന്നു. പീക്കിൽ കുറച്ച് പേരെ കണ്ടു. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നപ്പോഴേക്കും മേലെയും താഴെയൊന്നും ആളില്ലായിരുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് നല്ല മഴയുണ്ടായിരുന്നു, അതുപോലെ ആനയൊക്കെയുള്ള സ്ഥലം. അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടില്ല. അന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി ആനച്ചൂരൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല. പക്ഷെ മുൻപ് അഗസ്ത്യാർകൂടത്തിലൊക്കെ ട്രക്കിംഗ് നടത്തിയ ആളാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ആശാൻ അങ്ങനെയൊന്നും പറ്റില്ല, സർവൈവ് ചെയ്യും എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അവർക്കറിയാം അത്യാവശ്യം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ബലമായല്ലേ? പുതിയൊരു ലെസണായി എല്ലാവരും പറഞ്ഞത്. പുതിയൊരു ലെസൺ അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. തീർച്ചയായും. ഇൻ കേസ് വഴി തെറ്റുകയാണെങ്കിൽ വന്ന വഴി തിരിച്ചു പോയിട്ട് പീക്കിലെത്തിയിട്ട് താഴേക്ക് നോക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു മിസ്റ്റേക്ക്. അനിയനൊക്കെ വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്. നമ്മളോട് സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടില്ല. അച്ഛനമ്മയ്ക്ക് എന്താ പറയുന്നത്? വിളിച്ചിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും കിട്ടില്ല. എല്ലാ മലയാളികളും ഏറെ സന്തോഷം. എന്താ പ്രേക്ഷകരോടും പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ട്രക്കിംഗ് എപ്പോഴായിരിക്കും? ചൂടുകാലം കഴിഞ്ഞിട്ട് അടുത്ത ട്രക്കിംഗ് നോക്കണം. എന്തായാലും സന്തോഷകരമായിട്ടുള്ള യാത്രകൾ, ട്രക്കിങ്ങൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് ശരണ്യ പറഞ്ഞു വെക്കുന്നത്. ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കൂർഗ്.